ഒരു ആത്മകഥയിൽ ഒറ്റയാണെന്നാണ് പേരും തോന്നുന്നു. അതിൽ മണിശങ്കർ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്ന സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും അകാരണമായ വിമർശനമാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും ബഹുമാന്യരായ നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന ഒരാൾ കോൺഗ്രസ് ആണോ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശത്രുവാണ്. മണിശങ്കർ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നതായിരുന്നു ഒരു വലിയ വാർത്ത. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയല്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ കോൺഗ്രസിൻ്റെ ശത്രുക്കളെ വാടക ഗുണ്ടുകളായി കൊണ്ടുവന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ അടിക്കുക. പവനായി ശവമായില്ലേ, അതുപോലെയുള്ള ഒരു പവനായിയാണ് ഇപ്പോൾ മണിശങ്കർ അയ്യർ. നമസ്കാരം. ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാലിനെയും ശശി തരൂരിനെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ വിമർശിച്ചുകൊണ്ടും ആക്രമിച്ചുകൊണ്ടും മണിശങ്കർ അയ്യർ രംഗത്ത് വന്നത്. സത്യത്തിൽ ഈയൊരു ആക്രമണത്തിന് പിന്നാലെ ഉയർന്നു വരുന്ന ചോദ്യം, മണിശങ്കർ അയ്യർ CPMൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്തോ എന്നുള്ള ചോദ്യമാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ഗുണ്ടയാണെന്ന് KC വേണുഗോപാലിനെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, ഒരു കരിയറിസ്റ്റാണ് ശശി തരൂർ എന്ന് പറഞ്ഞു. ശശി തരൂരും 15 വർഷം മുമ്പ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനല്ലെങ്കിലും ഇവിടെ യുണൈറ്റഡ് നേഷൻസ് ഉദ്യോഗസ്ഥനായി കോൺഗ്രസിലേക്ക് വന്ന ആളാണ്. അതേ മാതൃകയിൽ തന്നെ വന്ന ആളാണ് മണിശങ്കർ അയ്യറും. മണിശങ്കർ അയ്യറിന് രാജീവ് ഗാന്ധിയുമായി ഒരു കാലത്ത് ബന്ധമുണ്ടായൊരു സത്യമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം സിവിൽ സപ്ലൈസ് ഉപേക്ഷിച്ച് വന്ന ശേഷം അദ്ദേഹത്തിന് കോൺഗ്രസിൽ കൊടുക്കാവുന്നതെല്ലാം കൊടുത്തു. എത്രയോ തവണ കേന്ദ്രമന്ത്രിയായി. അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനം കൊടുക്കുന്ന വലിയ പങ്ക് വഹിച്ചത് രാജീവ് ഗാന്ധി, സോണിയാഗാന്ധിയാണ്. പക്ഷേ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ മുതൽ അദ്ദേഹം തിരിഞ്ഞു കുത്തുകയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പെട്ടെന്നാണ് മണിശങ്കർ അയ്യർ ശത്രുക്കളായി മാറുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ആത്മകഥയിൽ ഒറ്റയാണെന്നാണ് പേരും തോന്നുന്നു. അതിൽ മണിശങ്കർ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്ന സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും അകാരണമായ വിമർശനമാണ്. ഒരു യുക്തിസഹമായ വിമർശനം നടത്താൻ അവകാശമുണ്ട്, അതാരും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ന്യൂനതകൾ കൂട്ടി കാണിക്കാം, രാഹുൽ ഗാന്ധി പഠിക്കാം, അതല്ല അവരോടുള്ള ഒരു പക എന്ന നിലയിലാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും ബഹുമാന്യരായ നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന ഒരാൾ കോൺഗ്രസ് ആണോ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശത്രുവാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ശത്രുവായിട്ടാണ് പുള്ളി കുറേ നാളായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ KC വേണുഗോപാലിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും എല്ലാം റൗഡി എന്നും ഒക്കെ വിളിക്കുന്നു. യഥാർത്ഥത്തിൽ ആരായപ്പോൾ റൗഡി? ഇവിടെ മിഷൻ 31 എന്ന പേരിൽ കേരള സർക്കാർ ഒരു സെമിനാർ നടത്തി. അതിൽ അമർത്യ സെന്നിനെയും റമീല താപ്പറിനെയൊക്കെ വിളിച്ചു. അവരാരും വന്നില്ല, ഓൺലൈൻ വന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരു മുഖ്യ പ്രാസംഗികനായി കൊണ്ടുവന്ന മണിശങ്കർ അയ്യരാണ്. മണിശങ്കർ അയ്യർ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നതായിരുന്നു ഒരു വലിയ വാർത്ത. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയല്ല, കോൺഗ്രസിൽ നിന്നും പുറത്തു പോയ ഒരാളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് വലിയ പ്രതാപം കാണിച്ചിരുന്നെങ്കിലും കത്തിത്തീർന്ന ഒരു കഠിനാവരിയാണ്. അതിൻ്റെ പ്രഭയൊന്നും ഇപ്പോൾ വരാൻ പോകുന്നില്ല. എങ്കിൽ പോലും അത് പിണറായിക്ക് സ്തുതിഗീതം ആലപിക്കുന്ന കുറേ ആളുകളെ കോൺഗ്രസിൻ്റെ ശത്രുക്കളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ചെല്ലും ചിലവും കൊടുത്ത് വിമാനക്കൂലി, യാത്രാക്കൂലി എല്ലാം കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു വാടക ഗുണ്ടയെ പോലെയാണ് പെരുമാറുന്നത്. ഒന്നാം ദിവസം പറഞ്ഞ പോട്ടെ, സ്തുതി വാടകമാണ്. രണ്ടാം ദിവസം എന്ത് പ്രകോപനമാണ്? സർക്കാർ ചെലവിൽ വന്ന ആൾ അടുത്ത ദിവസം KC വേണുഗോപാൽ റൗഡിയാണ്, കരിയറിസ്റ്റാണ് ശശി തരൂർ. അങ്ങനെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന പ്രസ്താവന നടത്തിയത് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ചെലവിലാണ്. അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ കോൺഗ്രസിൻ്റെ ശത്രുക്കളെ വാടക ഗുണ്ടുകളായി കൊണ്ടുവന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ അടിക്കുക, ആക്രമിക്കുക എന്നുള്ളതാണ് തന്ത്രം. ആ തന്ത്രത്തിൻ്റെ ഭാഗമായി വന്ന ആദ്യത്തെ ആളാണ് മണിശങ്കർ അയ്യർ. മണിശങ്കർ അയ്യർക്ക് കോൺഗ്രസ് വിമർശിക്കാൻ എന്താണ് അധികാരം? യുക്തിസഹായ വിമർശനം പറയുന്നത് കുഴപ്പമില്ല, അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ആ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. കോൺഗ്രസ് ഉൾക്കൊള്ളും. കോൺഗ്രസിനുള്ളിൽ ആരെല്ലാം എന്തെല്ലാം പറയുന്നു. ഞാൻ കോൺഗ്രസിലുണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസിൽ വിമർശിച്ചിട്ടുണ്ടല്ലോ, AIC സമ്മേളനത്തിൽ പോലും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങൾ സത്യസന്ധമായിരിക്കണം. ഇതല്ല, വാടക ഗുണ്ടയായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നാടോടിക്കാറ്റിലെ പവനായിയെക്കുറിച്ച് അറിയാം. ഇതോ വലിയൊരു ജയൻ കില്ലർ എന്ന് പറഞ്ഞ് വന്നതാണ്. അവസാനം പവനായി ശവമായില്ലേ, അതുപോലെയുള്ള ഒരു പവനായിയാണ് ഇപ്പോൾ മണിശങ്കർ അയ്യർ. അത് ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ KC വേണുഗോപാൽ ആരാണെന്ന് ഇദ്ദേഹത്തെ അറിയാം. KC വേണുഗോപാലിന് 50 വർഷത്തെ ത്യാഗപൂർണ്ണമായ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. പയ്യന്നൂർ സ്കൂളിൽ നിന്ന് പഠിച്ച് കോളേജിൽ പഠിച്ച് കോളേജ് യൂണിയൻ ഭാരവാഹിയായിട്ട് പയ്യന്നൂരിലും കണ്ണൂരിലൊക്കെ ജയിച്ച് അങ്ങനെ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, KPCC ഭാരവാഹി, പിന്നെ സംസ്ഥാന മന്ത്രി, AICC ജനറൽ സെക്രട്ടറി, അതിന് മുമ്പ് സംസ്ഥാന മന്ത്രി. അദ്ദേഹം വഹിക്കാത്ത പദവികളില്ല. ഈ 50 വർഷക്കാലം ഇത്രയേറെ മർദ്ദനമായിട്ടൊരാളുണ്ടോ? ഈ നന്ദാവനം പോലീസ് ക്യാമ്പിൽ ഞാനൊന്ന് KP സെക്രട്ടറി ആയിരുന്നു, ഞാനൊന്ന് ഓടിയെത്തുകയാണ്. ക്രൂരമായ അടിയേറ്റ് കിടക്കുന്ന KC വേണുഗോപാൽ ഒരു ഫിഗറായി മാറുന്നത് ആ അടിയിലാണ്.
കൊല്ലത്തെ DCC ഓഫീസിൽ ആക്രമണം, പോലീസിൻ്റെ അടി. അപ്പോൾ പോലീസിൻ്റെയും രാഷ്ട്രീയ പ്രതിയോഗികളുടെയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി പാർട്ടി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഒരാളാണ് പയ്യന്നൂർ, ആളാണ് KC വേണുഗോപാൽ. ആ KC വേണുഗോപാലിൻ്റെ ത്യാഗനിർഭരമായ പ്രവർത്തനം കോൺഗ്രസ്സുകാർ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ആകാശത്തുനിന്ന് പൊട്ടി വീണ ആളല്ല. ഇദ്ദേഹം ഈ മണിശങ്കർ അയ്യർ ആകാശത്തുനിന്ന് നൂലിൽ കെട്ടി ഇറങ്ങി വന്ന ഒരു ബലൂണാണ്, കാറ്റുപോയ ബലൂണാണ്. അപ്പോൾ മണിശങ്കറിനെ പോലുള്ള ആളുകൾ പറയുന്നതിനൊന്നും ജനമധ്യത്തിലോ പൊതുസമൂഹത്തിലോ ഒന്നും ഒരു പ്രസക്തിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണമെങ്കിൽ ഒരു വാടകണ്ടയായി മണിശങ്കർ അയ്യരെയും പലപ്പോഴായി കോൺഗ്രസ് വിട്ടുപോയ ഒത്തിരി ആളുകളുണ്ടല്ലോ, മഹാരഥന്മാർ, അവരെയും ചെല്ലും ചെലവും കൊടുത്ത് കൊണ്ടുവന്ന് ഇനിയും വാടക കൊണ്ടാക്കാം. അത് ആ വാടക കൊണ്ട തുടരും. കാരണം എന്താ, CPM നിന്നും ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അതിന് തടയിടാൻ വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ ശത്രുക്കളെ പുറകാലെ നടന്ന് വിളിച്ചുകൊണ്ടുവന്ന് ഇപ്പോൾ ആദ്യം സർക്കാർ വേദികളിൽ പ്രദർശിപ്പിക്കും, പിന്നെ പാർട്ടി വേദികളിലും. ആ പ്രദർശന വസ്തുക്കൾ ഇനി ധാരാളം വരും. അതിൻ്റെ ഘോഷയാത്ര കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഈ മണിശങ്കർ അയ്യർ CPM-ന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാണ്. തീർച്ചയായും. അല്ല, വാടകകൊണ്ടകളാണ് കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. കൊട്ടേഷൻ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണല്ലോ വിമാനക്കൂലിയും താമസ സൗകര്യവും കൊടുത്തത്, അല്ലേ? സർക്കാരിൻ്റെ പരിപാടി വന്നാലും സർക്കാരിൻ്റെ പരിപാടി സർക്കാരിനെ പുകഴ്ത്തിക്കോട്ടെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ, തിരുവനന്തപുരത്ത് തന്നെയല്ലേ KC വേണുഗോപാലിനെയും ശശി തരൂരിനെയും എല്ലാവരും വിമർശിച്ചത്, രാഹുൽ ഗാന്ധി എല്ലാം വിമർശിച്ചത്. അപ്പോൾ സർക്കാരിൻ്റെ ചെലവിൽ ഒരു കോൺഗ്രസ് ആക്രമണം നടത്താൻ ഗുണ്ടയുടെ സ്വഭാവത്തോടു കൂടി മണിശങ്കർ തയ്യാറായി എന്നുള്ളതല്ലേ സത്യം.